KC വേണുഗോപാൽ മാധ്യമങ്ങളെ കാണുന്നു. രാജ്നാഥ് സിംഗുമായിട്ടും രാഹുൽ ഗാന്ധി സംസാരിച്ചു. രാഹുൽ ഗാന്ധി പൂർണ്ണമായിട്ടുള്ള എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്തായാലും എല്ലാ ആളുകളും ഒത്തൊരുമിച്ച് കൂടി നിന്നുകൊണ്ട് ഈ ദുരന്തഭൂമിയിലെ സഹായഹസ്തവുമായി എത്തുന്നതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അത് വരും സമയങ്ങളിൽ കൂടുതലായിട്ട് എല്ലാ രക്ഷാദൗത്യവും സാധ്യമായ എല്ലാ രക്ഷാദൗത്യവും അവിടെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിൽ ലക്ഷ്യം. പാർലമെൻറ്റിലും ഈ സംബന്ധിച്ചൊരു അടിയന്തര പ്രമേയത്തിന് ഞാൻ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ഗൗരവകരമായ സാഹചര്യം കേന്ദ്രം ഏറ്റവും ഗൗരവതരമായി കാര്യമെടുത്തുകൊണ്ട് എല്ലാ തരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങളിലും ഇൻവോൾവ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ളതാണ് അടിയന്തര പ്രമേയം. രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് പോകുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉടനെ തന്നെ കാണും. അതായത് ഇപ്പോൾ തീരുമാനിക്കും. നമ്മൾ എന്തായാലും ഇന്നോ നാളെയായിട്ട് പോകും. പ്രിയങ്കയും കാണും. പ്രിയങ്കാജിയും പോകാനാണ് സാധ്യത. ആരോഗ്യമന്ത്രി വീണ ജോർജ് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ആരോഗ്യവകുപ്പിന്റെ തയ്യാറെടുപ്പുകൾ മന്ത്രി രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് വാസ്തവത്തിൽ നടക്കുന്നത്. ഫയർഫോഴ്സിന്റെ ബഹുമാനപ്പെട്ട CM അറിയിച്ചതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെയും അതോടൊപ്പം NDRFന്റെയും ഒക്കെ അതുപോലെ സിവിൽ ഡിഫൻസിന്റെയും ടീമുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രിമാർ ശശീന്ദ്രൻ മിനിസ്റ്റർ AK ശശീന്ദ്രൻ മിനിസ്റ്റർ അവിടെ എത്തിക്കഴിഞ്ഞു. റവന്യൂ മിനിസ്റ്ററും PWD മിനിസ്റ്ററും അതുപോലെ ജില്ലയുടെ ചുമതലയുള്ള കേളു മിനിസ്റ്ററും ഉൾപ്പെടെ അല്പസമയത്തിനകം അവിടെ എത്തിച്ചേരുന്നതുമാണ്. ഇപ്പോൾ നമുക്ക് നമുക്ക് ഹോസ്പിറ്റലുകളിൽ എത്തിയിരിക്കുന്ന ആളുകളുടെയും അല്ലെങ്കിൽ ഡെഡ് ബോഡീസിന്റെ കണക്കാണ് പറഞ്ഞത്. മേപ്പാടിയിൽ 18, അതുപോലെ സ്വകാര്യ ആശുപത്രിയിൽ 5 എന്നുള്ള നിലയിലാണ്. ബാക്കി ഡയറക്ടർ ഹെൽത്ത് സർവീസസും അവിടേക്ക് പോയിട്ടുണ്ട്. നമുക്ക് ആവശ്യമായിട്ടുള്ള മരുന്ന് മറ്റു കാര്യങ്ങളൊക്കെ അധികമായിട്ട് അവിടെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. കാരണം ഒരേ സമയം നൂറുകണക്കിന് ആളുകൾക്ക് ഒരു മുറിവേറ്റവർക്കൊക്കെ ചികിത്സ ആവശ്യമായിട്ടുള്ള സാഹചര്യത്തിൽ അതിന് തക്കവണ്ണമുള്ള സംവിധാനങ്ങൾ അവിടെ ഒരുക്കുന്നുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും അതോടൊപ്പം കണ്ണൂരിൽ നിന്നുമുള്ള ടീം, ആരോഗ്യ പ്രവർത്തകരുടെ ടീം അധികമായിട്ട് അവിടെ എത്തുന്നുണ്ട്. അതുകൂടാതെ അവിടേക്ക് പുറപ്പെട്ടവരെ ഫോറൻസിക് സർജൻസ് ഉൾപ്പെടെയുള്ളവർ അവിടേക്ക് പോയിട്ടുണ്ട്. അതുകൂടാതെ സ്റ്റാൻഡ് ബൈ ആയിട്ടും ആരോഗ്യ പ്രവർത്തകരുടെ ടീമുകളെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ സംസ്ഥാനത്തിൻ്റെ വടക്കൻ ജില്ലകളിൽ ഇപ്പോൾ ശക്തമായി പെയ്യുന്ന മഴ, അതുപോലെ തന്നെ ചിലയിടങ്ങളിൽ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട്. ചെറിയ രീതിയിൽ ഉരുൾപൊട്ടലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടങ്ങളിലെ പൊതുസ്ഥിതി കൂടി പരിശോധിച്ചുകൊണ്ട് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്തിൻ്റെ പൊതു സാഹചര്യങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ വെളുപ്പിന് തന്നെ ഇതിന് ആവശ്യമുള്ള എല്ലാ നിർദ്ദേശങ്ങളും നൽകി അത് ഏകോപിപ്പിക്കുന്നുണ്ട്. നമുക്ക് ആശുപത്രികളിൽ എത്തിയവരുടെ കണക്കാണ് ഇപ്പോൾ അറിയുന്നത്. അപ്പോൾ 70-ലധികം ആളുകൾ ഇൻജേർഡായിട്ട് എത്തിയിട്ടുണ്ട് ആശുപത്രികളിൽ. ഈ ട്രാപ്ഡായി കിടക്കുന്നവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ്, പരമാവധി ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത്.